ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണേ. എന്താ പറയുക, സൺഡേ എല്ലാവർക്കും ലേസി ഡേ ആണെങ്കിൽ സൺഡേ ഇപ്പോൾ എനിക്ക് ബിസി ഡേ ആണ്. കാരണം മോളെ രാവിലെ ഡാൻസിന് കൊണ്ടാക്കണം. അപ്പോൾ ഇവിടുന്ന് കാട്ടാക്കട മണ്ടത്തിക്കുളം വരെ പോകണം. നമുക്ക് 9 മണിക്കാണ് ഡാൻസ് ക്ലാസ്. അപ്പോൾ അവളെ എണീച്ച് റെഡിയാക്കണം. അതുകൊണ്ട് രാവിലെ ഉറക്കം എണീച്ചിട്ടുണ്ട്. സാധാരണ സൺഡേസിൽ ഞാൻ 9 മണി കഴിഞ്ഞാണ് എണീക്കാറ്. പക്ഷേ ഇപ്പോൾ രാവിലെ എണീക്കണം. അവളെ കൊണ്ട് ഇവിടെ 8 മണി 8:15 ആകുമ്പോൾ ഇറങ്ങണം. എങ്കിലും 9 മണിക്ക് ക്ലാസ്സിലെത്തത്തുള്ളൂ. അപ്പോൾ ഹായ്, അപ്പം ഞാൻ രാവിലത്തെ പരിപാടിക്ക് കയറിയിട്ടുണ്ട്. രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ് കേട്ടോ. കിച്ചണൊന്ന് ഒതുക്കി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നോർമലി ഞാൻ നൈറ്റ് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് കിടക്കാറ്. പക്ഷേ ഇന്നലെ ചേട്ടൻ എത്തിയപ്പോൾ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടിട്ട് എന്നോട് പറഞ്ഞു, നീ കോരി വെച്ചിട്ട് കിടന്നോ, ഞാനെല്ലാം ക്ലീൻ ചെയ്തിട്ടോളാം എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി ക്ലീൻ ചെയ്തില്ല, എല്ലാം കൊണ്ടൊന്ന് വാഷ് ബേസിനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അതെല്ലാം വാഷ് ചെയ്ത് വെച്ചു. ചായ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്ക് കറികളൊന്നും ഉണ്ടാക്കി വെക്കാനുള്ള സമയമില്ല. കാരണം ഞാൻ എണീറ്റപ്പം കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് കറിയൊന്നും വെക്കുന്നില്ല. ചോറ് റൈസ് കുക്കറിൽ വെച്ചതിനെടുത്ത് തിളപ്പിച്ചൊന്ന് വടിച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് സാമ്പാർ, ഇന്നലെ വൈകുന്നേരം സാമ്പാർ വെച്ചത് ഞാൻ രാവിലത്തേക്ക് കുറച്ചെടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എടുത്ത് ചൂടാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചായ അരിച്ചൊഴിക്കുകയാണ്. ആ സ്പെഷ്യൽ കപ്പ് അവിടെ ഇരിക്കുന്നത് എൻ്റെ ചായയാണ് കേട്ടോ. എനിക്ക് വിത്തൗട്ടാണ്, ഷുഗർ ഒട്ടും പാടില്ല ഇപ്പോൾ. അപ്പം വിത്തൗട്ടാണ്. ബാക്കി അടിച്ച് മാറ്റിയിരിക്കുന്നുണ്ട്. ഇനി ദോശ ചുട്ട് വയ്ക്കണം. ചൂടോടെ ചുട്ട് കൊടുക്കാറാണ് എനിക്കിഷ്ടം. പക്ഷേ ഇന്ന് അതിനുള്ള സമയമില്ല. കുറച്ച് ലേറ്റായിപ്പോയി, നല്ല രീതിക്ക് കുറച്ച് ലേറ്റായി എഴുന്നേറ്റപ്പോൾ. മെഡിസിൻസ് കഴിക്കുന്നത് കൊണ്ട് നല്ല ഉറക്കക്ഷീണമാണ്. മുന്നേയൊക്കെ എത്ര നേരത്തെ എണീക്കുന്നതിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. എണീക്കെല്ലാം ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ടായിരുന്നു 7:30 ട്യൂഷൻ സെൻറ്ററിൽ പോവാറ്. മോളെ കൊണ്ടുവന്ന് ഡേ കെയറിൽ 7 മണിക്ക് ആക്കിയിട്ടാണ് ഞാൻ 7:30 ട്യൂഷൻ സെൻറ്ററിൽ പോകുന്നത്. പക്ഷേ ഇപ്പം പറ്റത്തില്ല, ഉറക്കം എണീക്കാൻ ഒട്ടും രാവിലെ പറ്റുന്നില്ല. പിന്നെ അവൾക്ക് സ്കൂളിൽ പോകുന്ന ഒരു കാര്യത്തിൽ ഉറക്കം രാവിലെ എണീക്കേണ്ടി വരുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ബാക്കിയൊക്കെ നീറ്റാക്കി. എനിക്ക് പിന്നെ എടുക്കുന്ന കാര്യങ്ങൾ അപ്പം അടുക്കി പറക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നീട്. അത് മെയിനായിട്ടും പാത്രം കഴുകലാണ്. എടുക്കുന്ന പാത്രങ്ങൾ അപ്പോഴപ്പോഴാണ് കഴുകി വയ്ക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര വലിയ ജോലിയാണ്. പിന്നെ നെയ്യ് എടുക്കുകയാണ് കേട്ടോ. ദോശയ്ക്കകത്ത് ഞങ്ങൾ നെയ്യ് തൂവാറുണ്ട്, ഇല്ലെങ്കിൽ ഒരു രുചിക്കുറവ് തോന്നും. അപ്പം അങ്ങനെ പിന്നെ ഒരു ടവല് കണ്ടോ, ഞാനൊരു 100 പ്രാവശ്യം അവിടെ തുടയ്ക്കുന്നതും എൻ്റെ കൈ കഴുകുന്നതും കാണാം. ഇതെനിക്കൊരു ശീലമായിപ്പോയി. എൻ്റെ ഭർത്താവ് എന്നെ കോർപ്പറേഷൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. ചേട്ടൻ പറയും, ഞാൻ അടങ്ങി ഒരിടത്ത് ഇരിക്കത്തേ ഇല്ല, 100 പ്രാവശ്യം ഒരു സ്ഥലം തുടയ്ക്കും. ഇല്ലെങ്കിൽ ഒന്നിനെടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കും, ഇവിടെ ഇരിക്കുന്നതിനെടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കും. ഇരിക്കുന്ന ഇരിപ്പിന് തോന്നണ പോലെയൊക്കെ ഞാൻ ചെയ്യും. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പോഴപ്പോഴേ ഞാൻ നീറ്റാക്കി കഴുകി വയ്ക്കും. പിന്നെ അവൾ എണീക്കും മുന്നേ ഓൾമോസ്റ്റ് ജോലി തീർക്കണം കേട്ടോ. കാരണം അവൾ എണീച്ച് വരുന്ന രീതി എങ്ങനെയായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൾ നല്ല രീതിക്ക് എണീറ്റ് വന്ന ആൾ പോസിറ്റീവാണ്. പക്ഷേ കുറച്ച് തിരിഞ്ഞെണീറ്റ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എന്നെ അവൾ നല്ല രീതിക്ക് പെടാപ്പാടും എടുത്തു. പിന്നെ അത് മാത്രമല്ല, ലേറ്റ് ആയതുകൊണ്ട് അവളോട് എനിക്ക് ആ ലേറ്റ്നെസ് കാണിക്കാൻ പറ്റത്തില്ല. കാരണം അവളടുത്ത് സോഫ്റ്റായിട്ട് നിന്ന് ബിഹേവ് ചെയ്താൽ മാത്രമേ ശരിയാവത്തുള്ളൂ. അപ്പോൾ മാക്സിമം അവൾ എണീക്കും മുന്നേ ജോലിയൊന്ന് ക്ലിയറാക്കി ചെയ്യാനുള്ള ജോലികളൊന്ന് ക്ലിയറാക്കി കഴിഞ്ഞാൽ അവളോട് എനിക്ക് കുറച്ചൊന്ന് ടൈം എടുത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അവൾ ഭയങ്കര ഒരു ദേഷ്യമായിരിക്കും. പിന്നെ എൻ്റെ ഒരു കിച്ചൺ ഡ്യൂട്ടിയിൽ എനിക്ക് ഏറ്റവും ടാസ്ക്കുള്ള കാര്യം ഈ ഒരു അരി വടിക്കുക എന്നുള്ളതാണ്. കാരണം ഒന്നെങ്കിൽ വെള്ളം തൂകും, അല്ലെങ്കിൽ എൻ്റെ കൈയിൽ കൂടെ പോവും, പകുതി ചോറ് വെളിയിൽ പോവും. എന്നാലും ഞാൻ മാക്സിമം പതുക്കെ അത് സെറ്റ് ചെയ്ത് വെക്കില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെയാണല്ലോ പാട്. ഇതെല്ലാം പിന്നെ ഒന്നേലും തുടയ്ക്കണമല്ലോ. അപ്പം അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്നുണ്ട്. ഈ ഒരു മധുരമില്ലാത്ത ചായ കുടിക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. എന്നാലും ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും സ്നാക്സിനെടുത്ത് വായിലിടും കേട്ടോ, ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട്. പക്ഷേ ചൂടോടെ കുടിക്കാൻ നല്ല രുചിയാണ്. മധുരം ഇല്ലെങ്കിലും പാൽ ചായ ചൂടോടെ കുടിക്കാൻ നല്ല ഒരു രുചിയാണ്. ഇനി പതുക്കെ അതും കൂടെ മാറ്റിയെടുക്കണം. എൻ്റെ ഡെലിവറി ടൈമിൽ എൻ്റെ അമ്മായിയുടെ സഹോദരിയാണ് എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം പുള്ളി ശീലിപ്പിച്ചൊരു ശീലമാണ്. എനിക്ക് അതുവരെ ചായയോ തേയിലയോ വേണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് വേദ് പിടിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയാണ് വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. ഒരു വൈകുന്നേരം ഒരു 4 മണിയാകുമ്പം ചായ എന്തെങ്കിലും ഒരു കടിയായിട്ട് വരും. അത് ശീലമായി. അതേപോലെ തന്നെ രാവിലെ ഒരു 6-6:30 മണിയാകുമ്പം ചായ ഇട്ട് പാലോ മുട്ടയോ ഏത്തപ്പഴമോ എന്തെങ്കിലും അതിൻ്റെ കൂട്ടത്ത് കൊണ്ടുവന്ന് തരും. അത് കുടിച്ചിട്ടാണ് പിന്നെ എനിക്ക് ശീലമായി. ഇപ്പോൾ ഓൾമോസ്റ്റ് മോൾക്ക് 4 വയസ്സാകുമ്പോൾ ഇതുവരെ ആ ശീലം എനിക്ക് നിർത്താൻ പറ്റിയിട്ടില്ല. ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇനി പതുക്കെ അതൊന്ന് അവോയ്ഡ് ചെയ്യണം. ചായയും അധികം പാടില്ല.
എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് പതുക്കെ അത് കൺട്രോൾ ചെയ്യാമെന്ന്. അവൾ എണീറ്റ് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല ഫ്രിഡ്ജിൽ തപ്പുന്നത്. ഇന്നലെ അവൾ അച്ഛൻ ഐസ്ക്രീം മേടിച്ച് കൊടുത്തു, അവളെ പപ്പൂസ്, അതാണ് തപ്പുന്നത്. ഇനി പതുക്കെ അതൊന്ന് മാറ്റിയെടുക്കണം, അല്ലാതെ അവളെ കൂടെ ദേഷ്യപ്പെടാൻ നിന്നാൽ നടക്കത്തില്ല. അപ്പം ഞാനിങ്ങനെ ഒന്ന് പതുക്കെ മാറ്റി കഴിക്കരുത്, അമ്മ എടുത്ത് തരാം, കയ്യിൽ വച്ചേക്കേ ചെയ്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അന്ന് സോപ്പിട്ട് കൊണ്ടിരുത്തുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവളോട് ദേഷ്യത്തോടെ നിന്ന് കഴിഞ്ഞാൽ അവൾ അതിനപ്പുറം എൻ്റെ അടുത്ത് ദേഷ്യമല്ല, ഭയങ്കര പിന്നെ നിർബന്ധമായി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ പിള്ളേരുടെ കാര്യം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അവളൊന്ന് സെറ്റാക്കി എടുക്കണം. ഇനിയിപ്പോൾ ചെന്ന് ചിലപ്പോൾ ടി വി ഇടും എന്ന് ഞാൻ മാക്സിമം ഇങ്ങനെ ഇന്ന് എന്നെ വിളിച്ചുകൊണ്ട് കിച്ചണിൽ നിന്നാലും ഞാൻ മാക്സിമം അവൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ അവൾ മാക്സിമം ടി വി ഇടാൻ നോക്കും, ടി വി കാണാൻ നോക്കും. ഞാൻ ഫോൺ കൊടുക്കാറില്ല അവൾക്ക്, ഇതുവരെയും ഫോൺ യൂസ് ചെയ്യാൻ കൊടുത്തിട്ടില്ല. ടി വി കാണാൻ നോക്കും. അവളുടെ മാമൻ ടി വി ഇടാനൊന്നും അവൾക്ക് അറിയത്തില്ലായിരുന്നു, അതൊക്കെ ഞങ്ങൾ ഇട്ട് കൊടുക്കുകയായിരുന്നു. റിമോട്ടിൽ മാറ്റാനും ഒന്നും അവൾക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം അവളെ മാമൻ പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ അതുകൊണ്ട് തനിയെ ചെന്നിട്ട് ടി വി ഇടും. പിന്നെ ഞാൻ മാക്സിമം എൻ്റെ കൂടെ നിൽക്കാൻ, എന്നെ ഡിസ്റ്റർബ് ചെയ്താലും കുഴപ്പമില്ല, എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കത്തുള്ളൂ. കാരണം അത്രയും സമയം ടി വിയോ കാര്യങ്ങളോ ഒന്നും അവൾ നോക്കത്തില്ലല്ലോ, എൻ്റെ കൂടെ ഇപ്പം മാക്സിമം സ്പെൻഡ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറ്. ഇപ്പോൾ എനിക്ക് അതിനുള്ള സമയമുണ്ട്, കാരണം വീട്ടിൽ ഇരിപ്പാണല്ലോ ജോലി. ക്ലാസ് 2 മണിക്കൂറല്ലേ കാണത്തുള്ളൂ. പിന്നെ ബാക്കി ഫുൾ ടൈം വീട്ടിൽ ഇരിപ്പായത് കൊണ്ടിട്ട് അവളോട് കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്യാൻ നോക്കാറുണ്ട്. മുന്നേ ഒന്നും എനിക്കതിൽ ടൈം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പാവം ടേക്ക് കെയറിൽ പോവും വരും, കുറച്ച് നേരം ടി വി കാണും, കിടക്കുന്ന ആ ഒരു ടൈം മാത്രമേ എനിക്ക് അവളോട് മിങ്കിൾ ചെയ്യാനുള്ള സമയം കിട്ടത്തുള്ളായിരുന്നു. അതിൽ പകുതി ടൈം അവളെ പപ്പൂസിനെ വിളിക്കും, കുറച്ച് സമയം എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കും. എനിക്ക് പറ്റുന്നില്ലായിരുന്നു അവളുടെ അടുത്ത് കൂടുതൽ സമയമൊന്നും മിങ്കിൾ ചെയ്യാൻ. കാരണം ട്യൂഷൻ സെൻറ്റർ, ഓഫീസ്, വീട്ടിലെ ജോലി, അവളുടെ കാര്യം എല്ലാം കൂടി ആയപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം മാക്സിമം ജോലിയെല്ലാം ഒതുക്കിയിട്ടുണ്ട്. അങ്ങനെ വരുവാണ്, ജോലിയെല്ലാം ഒതുക്കി തീർത്ത് കിച്ചൺ ഒതുക്കി പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കൊന്ന് വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരുന്ന സമയത്തിട്ട് ഇടയ്ക്ക് വന്നിട്ട് നമ്മളൊരു ബാൻഡ് മേളം ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞു റോഡ് സൈഡാണ് അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ റോഡ് സൈഡിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ ബഹളം വന്നിട്ട് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. ഇങ്ങനെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ഓൾമോസ്റ്റ് ഓവറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വന്നിട്ട് കുക്ക് ചെയ്യണം. കറികൾ മാത്രം വെച്ചാൽ മതി, എളുപ്പമാണ്, അരമണിക്കൂറത്തെ കാര്യമുള്ളൂ. കട്ട് ചെയ്തെല്ലാം വച്ചിട്ടുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. ഫ്രഷായിട്ട് അവളെ റെഡിയാക്കി ഞാനും റെഡി ആയിട്ടുണ്ട്. ഇനി അവൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. കാരണം അവൾ പൊതുവെ പതുക്കെ ഫുഡ് കഴിക്കത്തുള്ളൂ. അപ്പം പതുക്കെ ഒന്ന് സമയമെടുത്ത് അവൾക്ക് ഫുഡ് കൊടുക്കണം. അതായത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ അവളെ ഓട്ടിക്കാൻ പറ്റില്ല, അവളുടെ കൂടെ ഞാൻ ഓടുക എന്നുള്ളത് മാത്രമേ പറ്റത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അവൾ ഭയങ്കര നിർബന്ധം കാണിക്കും. മാക്സിമം ഒരുവിധം ഒന്ന് ഒതുക്കി കൊണ്ടുപോവുക. അവൾക്ക് പാട്ടും ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ ആ വീഡിയോസൊക്കെ കണ്ട ആളിങ്ങനെ ഇരുന്നോളും. എന്ന് കൂടുതലും ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ടി വി കാണാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. എന്നെ ഡിസ്റ്റർബ് ചെയ്ത് മാക്സിമം അവൾ സമയം കളയും. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടനെ വിളിക്കാൻ പോകണം. ഞാൻ പറഞ്ഞില്ലേ, നല്ല ലേറ്റായിട്ടാണ് വന്ന് കിടന്നത്. അപ്പോൾ ആൾ ഉറക്കം എണീറ്റിട്ടില്ല. ഉറക്കം എണീപ്പിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു. ഇടയ്ക്ക് വെള്ളവും കുടിക്കും, ഇടയ്ക്ക് ചായയും കുടിക്കും. കാരണം പൊതുവേ എരി അവൾക്ക് പറ്റത്തില്ല, എന്നാലും ഞാൻ മാക്സിമം കൊടുക്കും. കാരണം ഒരുപാട് കഴിക്കാതിരുന്നാലും പറ്റില്ലല്ലോ എരിയൊക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ചൊക്കെ ഞാൻ ഇപ്പം കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു. അവളെ റെഡിയാക്കി ഇറക്കി ഞങ്ങൾ പോകാൻ പോവുകയാണ്. ഇനി അവളെ ഡാൻസിനാക്കിയിട്ട് എനിക്ക് കോവിലൊന്ന് കയറണം. ഒറ്റശ്ശേരിമംഗലം കോവിലുണ്ട്, ഒറ്റശേഖരമംഗലം, മണ്ഡപത്തിൻകടവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ശിവക്ഷേത്രം ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവാണ് അവിടെ പോകുമ്പോൾ. അപ്പോൾ ഞാൻ കരുതി എന്തായാലും പോകുമല്ലേ, അവിടെ ഒന്ന് കയറി തൊഴുതേക്കാം. കുറേ നാളായി അങ്ങോട്ടേക്കൊക്കെ തൊഴാൻ പോയിട്ട്. അപ്പം അവളെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ഞാൻ കോവിലിൽ പോയി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, മണ്ഡലകാലമല്ലേ, അപ്പോൾ അതിൻ്റെ തിരക്കുണ്ടായിരുന്നു. അതിൽ അവിടെ ധനുമാസത്തിൽ തിരുവാതിരയാണ് ഉത്സവം. അപ്പോൾ അതിൻ്റെയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കോവിലിലൊക്കെ പോയി തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. കണ്ട ഞാനങ്ങനെ കോവിലൊക്കെ പോയിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലവ് യു, ബൈ.